സന്ദർശനങ്ങൾ കഴിഞ്ഞ് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കും. ഞങ്ങൾ അവരുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യും. കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ച ലിസ്റ്റ് മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ആലോചിച്ച്, ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ആലോചിച്ച്, KC വേണുഗോപാലുമായി ആലോചിച്ച് ഞങ്ങൾ ഹൈക്കമാൻഡിനെ സമർപ്പിക്കും. അവരംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കും. ഞാൻ സംസാരിച്ചു. ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. വി ഡി സതീശൻ മന്ത്രിസഭയിൽ ആരൊക്കെ എന്നുള്ളത് ഇന്ന് തന്നെ അറിയാനാണ് സാധ്യത. ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടായേക്കും, ലിസ്റ്റ് ഇന്നുണ്ടായേക്കും എന്നൊക്കെയാണ് നിലവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത്. PJ ജോസഫുമായി വീണ്ടും ചർച്ച നടത്തും, ഉച്ചയ്ക്ക് ശേഷം ചർച്ച നടത്തുമെന്നും പറയുന്നു. 2 മന്ത്രിസ്ഥാനം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് PJ ജോസഫ് വിഭാഗം. അതിൽ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനമോ മറ്റേതെങ്കിലും സ്ഥാനമോ, ചീഫ് അടക്കം ഉള്ള സ്ഥാനങ്ങളോ നൽകി അവരെ അനുനയിപ്പിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതല്ല 2 മന്ത്രിസ്ഥാനം തന്നെ നൽകുമോ എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം. എന്തായാലും PJ ജോസഫ് നേരത്തെ മാധ്യമങ്ങളെ ഇതേ കണ്ടോൺമെന്റ് ഹൗസിൽ ചർച്ചയ്ക്കെത്തിയ സമയത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏതായാലും മന്ത്രിമാർ ആരൊക്കെ, ആ ക്യാബിനറ്റിൽ ആരൊക്കെ ഉണ്ടാകും, ഏതൊക്കെ വകുപ്പുകൾ എന്നൊക്കെ ഇന്ന് തന്നെ അറിയാം എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്.